ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ പാറൂട്ടിയുടെ ആദ്യത്തെ വിഷു ഞങ്ങൾ ബാംഗ്ലൂർ സെലിബ്രേറ്റ് ചെയ്തു. നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അവർ എന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്നത്. പിന്നെ ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ കുഞ്ഞീറ്റയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ മുതൽ ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ബാംഗ്ലൂരേക്ക് വന്ന സമയത്ത് തന്നെ അമ്മ എല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് തന്നു വിടുമായിരുന്നു. എല്ലാ വിഷുവിനും നാട്ടിലേക്ക് വരാൻ പറ്റുന്നൊന്നും ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും അതിനനുസരിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വർണ്ണവും വെള്ളിയൊക്കെ ഇത്തവണ നമ്മൾ വച്ചത് നമ്മുടെ പാറൂട്ടിക്ക് 28-ന് കിട്ടിയ സാധനങ്ങളൊക്കെ തന്നെയാണ്. അവളുടെ ആദ്യത്തെ വിഷു ആയത് കാരണം അവളുടെ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കണിയിൽ കൂടുതലും വെച്ചത്. ഇത് ഞങ്ങൾ അവൾക്ക് ഇത് അമ്മ അച്ഛനൊക്കെ കൊടുത്ത കുഞ്ഞുമാല. അവൾക്ക് ഞങ്ങൾ മേടിച്ച അരഞ്ഞാണമാണ് ഞങ്ങൾ വെള്ളരിക്ക് അണിയിച്ചതൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം കസവ് മുണ്ട് വിരിക്കും. ഞങ്ങളുടെ വർക്കിംഗ് ടേബിളിലാണ് ഞങ്ങൾ വിഷുക്കണി വെക്കാറ് പൊതുവേ. പിന്നെ ഇത് ഞാൻ ഓൺലൈൻ മേടിച്ച മയിൽപ്പീലിയ. ഇവിടുത്തെ ഒരു കടയിൽ ചേട്ടനോട് പറഞ്ഞു വെച്ച് ലാസ്റ്റ് മിനിറ്റ് ആ ചേട്ടൻ ചതിച്ചു. അപ്പോൾ ഓൺലൈൻ മേടിച്ചു. പിന്നെ ഇത് കിണ്ടി. പിന്നെ വിഷറി വയ്ക്കും, നമ്മൾ മുണ്ടും വയ്ക്കുമല്ലോ. അപ്പോൾ എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നൊരു രീതിയാണ് വിഷറി പോലെ മുണ്ട് ആക്കി തരും. അപ്പോൾ രണ്ടും 2 in 1 തീരും. പിന്നെ നമ്മൾ വാൽക്കണ്ണാടി, ദേവിക്ക് വേണ്ടി വാൽക്കണ്ണാടി ദേവിയെ സിംബളൈസ് ചെയ്ത് അത് വയ്ക്കും. പിന്നെ നമ്മളൊരു തട്ടത്തിനകത്ത് ഉണക്കലരി. ഇവിടെ ഒരു ചാക്കപ്പൻ സ്റ്റോഴ്സ് ഉണ്ട്, മലയാളിക്കട. നമ്മുടെ നാട്ടിൽ ഓരോ വിശേഷം വരുമ്പോഴും അതിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് കിട്ടും. അല്ലാതെ നമുക്ക് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ എത്തിച്ചു തരും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിതൊക്കെ വാങ്ങിച്ചത്. പിന്നെ തേങ്ങാമുറി, പിന്നെ തിരി വെച്ചു, പിന്നെ വെള്ളരിക്ക വെച്ചു. പിന്നെ ഞങ്ങളിവിടെ നാട്ടിലങ്ങനെയൊന്നും വെക്കാറില്ല. ഞങ്ങളിവിടെ മാമ്പഴവും ഓറഞ്ചും ഒക്കെ ഞങ്ങൾ വെക്കാറുണ്ട്. പിന്നെ കണി വെള്ളരി എന്നും പറഞ്ഞ് ഇത്തവണ അവർ തന്നൊരു സാധനമാണിത്. ഞങ്ങൾ സാധാരണ നോർമൽ വെള്ളരിക്ക മാത്രം വെക്കാറുള്ളൂ. അപ്പോൾ ഇത്തവണ കണി വെള്ളരി മേടിച്ച സ്ഥിതിക്ക് ചില നാട്ടിലൊക്കെ വെള്ളരിക്ക കണ്ണൊക്കെ ഇടിക്കുന്ന പരിപാടി ഉണ്ടെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇക്കൊല്ലം അങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ളൊരു രീതിയിൽ ഇക്കൊല്ലം ഞങ്ങൾക്ക് കണിവെള്ളരി എന്ന് പറഞ്ഞ് കിട്ടിയ ഈ ഉണ്ട വെള്ളരിക്ക. നിങ്ങളുടെ നാട്ടിലും കണിവെള്ളരി എന്ന് പറഞ്ഞ ഈ ഉണ്ട വെള്ളരിക്കാണോ കിട്ടണമെന്ന് പറയണേ. അതിന് ഞങ്ങൾ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിയിച്ച് ഞാനാണ് വരയ്ക്കണേ. അവസാനം ഒരിത്തിരി മോഡിഫിക്കേഷൻ അമ്മയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ മോളേട്ടൻ്റെ കല്യാണ മോതിരം ഞങ്ങളതിൻ്റെ വായായിട്ട് ഇങ്ങനെ ഒരുവിധം ഫിക്സൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ദാനു കൊച്ചിനെ റോസി വിളിക്കണം. കുറച്ച് റോസാപ്പൂവും ഞങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണി വയ്ക്കാൻ. കണ്ടതാണ് ഞങ്ങൾ പറഞ്ഞത്. അവളുടെ അരഞ്ഞാണം ആ വെള്ളരിക്ക ഞങ്ങളൊരു മാല ഒരു കിരീടം പോലെ വെച്ചു കൊടുത്തു. പിന്നെ നിലവിളക്ക് വെച്ചു. പിന്നെ ഒരു നോട്ടും ഒരു ഒട്ടത്തൊട്ടും വെച്ചു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഉണ്ണികൃഷ്ണൻ. എല്ലായിടത്തും വലിയ എണീറ്റിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ, പ്രായമായ ഉണ്ണികൃഷ്ണനെയൊക്കെയാണ് വയ്ക്കാറ്. പക്ഷെ എന്തോ ഒരു സ്നേഹം, ഒരു പ്രത്യേക അടുപ്പവും ഈ ഉണ്ണികൃഷ്ണനോട് എനിക്കുണ്ട്. ഞാനിതിനോട് വർത്തമാനമൊക്കെ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണനെയാണ് ഞാൻ കണി വയ്ക്കാറ്. അമ്മ എപ്പോഴും പറയും വേറൊരു കൃഷ്ണനെ മേടിക്കുന്നു. പക്ഷെ എന്തോ എനിക്ക് തോന്നാറില്ല. ഇതിനോട് എനിക്കുള്ളൊരു സ്നേഹം വേറൊരു സ്നേഹമാണ്. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണത്തിനെ ഞാൻ കണി വയ്ക്കുള്ളൂ. പൊന്നമ്മയുടെ മാല എടുത്ത് ഉണ്ണിക്കിച്ചനെ ഇടിയിക്കണതാണ് ഈ കാണുന്നത്. ഇത് അവൾക്ക് ശങ്കരനും ഭാവികയും കൊടുത്ത പാദസരം. ഇതൊന്നും ഇപ്പം എങ്ങും ഇടിയിക്കാൻ പറ്റില്ല. കിലിന്ന് ഓടി കിടക്കുന്ന പ്രായത്തിലല്ലേ ഇടിയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളത് തന്നെ അത് കണി വെച്ചു. പിന്നെ ഇത് നല്ല അടിപൊളി, അത് പറയാണ്ടിരിക്കാൻ വയ്യ. നാട്ടിൽ പോലും മേടിക്കാൻ കിട്ടില്ല ഇത്രയും നല്ല കൊന്നപ്പൂ. നമ്മൾ പറിക്കുമ്പോൾ കിട്ടും, അല്ലാതെ മേടിക്കാൻ നാട്ടിൽ പോലും കിട്ടില്ല ഇത്രയും ഫ്രഷ് കൊന്നപ്പൂ. അത്ര നല്ല ക്വാളിറ്റിയിലുള്ള കൊന്നപ്പൂവാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് ഞങ്ങളുടെ കണിയുടെ ഫൈനൽ ലുക്ക്. പിന്നെ കുറച്ച് മോഡിഫിക്കേഷൻസിനൊക്കെ വേണ്ടി ഇവിടുത്തെ പൂക്കളൊക്കെ ഇവിടുത്തെ പൂക്കളല്ല എന്നാലും ഇവിടുത്തെ ആൾക്കാർ വെക്കുന്ന പൂക്കൾ ജമന്തി, റോസാപ്പൂവൊക്കെ ഞങ്ങൾ വെച്ചു. യൂഷ്വലി നാട്ടിൽ കൊന്നപ്പൂ മാത്രമേ മഞ്ഞയായിട്ട് വെക്കാറുള്ളൂ. സാധാരണ ഈ പറഞ്ഞ ഞങ്ങൾ ഒരു തിരിയാണ് ഇടാറ്. പിന്നെ കൊല്ലം 5 തിരി ഇട്ട് വെച്ചു ഞങ്ങളും. അങ്ങനെ ഓരോരോ ചേഞ്ചസൊക്കെ കൊണ്ടുവന്നു പുതിയതായിട്ട്. പിന്നെ അനു വന്നിരുന്നത് കാരണം നല്ലൊരു രസം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തന്നെ ആകുമ്പം ഒരു ആലസ്യമൊക്കെ കാണാറുണ്ട്.
പക്ഷേ അനുവുണ്ട് കൊച്ചിൻ്റെ ആദ്യത്തെ വിഷു, അതൊക്കെ കാരണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഇത്തവണ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു വിഷു. കണി വയ്ക്കുകയാണെങ്കിൽ എല്ലാത്തിനാണെങ്കിലും അനു നല്ലോണം ഹെൽപ്പും ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിഷുവിൻ്റെ കണി ഒരുക്കൽ തലേ ദിവസം രാത്രി. ഇനി വെളുപ്പിന് അമ്മയും അച്ഛനും അനുവും കണി കണ്ടതിന് ശേഷം എന്നെ വിളിച്ചു. ഇത് നമ്മുടെ പൊന്നമ്മയുടെ ഫസ്റ്റ് കണിയുടെ ഷോർട്സാണ് നിങ്ങളീ കാണുന്നത്. നല്ല ഉറക്കമായിരുന്നു അവൾ. ഉറക്കത്തിൽ നിന്ന് അവളെ ഞങ്ങൾ വിളിച്ചെണീപ്പിച്ച് കണി കാണിച്ചതാണ്. പക്ഷേ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീക്കുമ്പോൾ സാധാരണ അവൾ കാണിക്കണ ചിണുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ലൈറ്റും തീയും ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം നല്ല രീതിയിൽ അവളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഓരോ സ്ഥാനത്തിലേക്ക് അവളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. മയിൽപ്പീലിയൊക്കെ ആണെങ്കിലും ആ കൃഷ്ണനെ ആണെങ്കിലും എല്ലാം അവളിങ്ങനെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കേണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേർക്ക് ഇതൊക്കെ ഒരു കൗതുകമല്ലേ. പിന്നെ എന്താ, ഓസ്ട്രേലിയയിൽ നമ്മുടെ ചിറ്റപ്പനുണ്ട്. എൻ്റെ ചിറ്റപ്പനല്ല കേട്ടോ, പാറുവിൻ്റെ ചിറ്റപ്പൻ, അനുവിൻ്റെ ഹസ്ബൻഡ് ശ്രീ. അപ്പം അവനെ നമ്മൾ വിളിച്ചെണീപ്പിച്ച് കണി കാണിച്ചു. അവിടെ മലയാളി അസോസിയേഷനിലെ സെലിബ്രേഷൻ അവൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കണിയാണല്ലോ. അതുകൊണ്ട് അവനെ വിളിച്ച് കാണിച്ചു. പ്രത്യേകിച്ച് അനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷുക്കണിയാണല്ലോ ഇത്. അങ്ങനെ അവനെയും വിളിച്ച് ആ വിഷുക്കണി കാണിച്ചു. പിന്നെ നമ്മൾ വീട്ടുകാരെല്ലാവരെയും വീഡിയോ കോൾ ചെയ്ത് ഇതാണ് ഞങ്ങളുടെ കണി, ഇതാണ് നിങ്ങളുടെ കണി, ആ വിശേഷമൊക്കെ അമ്മൂമ്മയെ വിളിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും അവരവരുടേതായ രീതികളിൽ ഉള്ള നാട്ടിൽ നമ്മളുടെ എല്ലാ ഫങ്ഷൻസും സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ വേറൊരു നാട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും അവിടുത്തെ ഐറ്റംസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ മഹാലക്ഷ്മി പൂജ, ഹോളി, പിന്നെന്താ ഇവിടുത്തെ ഓരോ ഉഗാടി, ഇതൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. കാരണം ഇവിടെ ഈ നാട്ടിലുള്ളൊരു ഫങ്ഷൻ ആകുമ്പോൾ ഇവിടെ ഉള്ളവരെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ജെല്ല് ചെയ്ത് അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ പക്ഷേ നമ്മളുടെ തനതായ ഫെസ്റ്റിവൽസ്, നമ്മുടെ ട്രഡീഷനും മറക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. ഇതാണ് കാണിക്ക കൈമാറുക എന്നുള്ള പരിപാടി. ഇത് എത്ര നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മയുടെ വീട്ടിലൊന്നും ഇല്ല. പക്ഷേ ഇത് അച്ഛൻ്റെ വീട്ടിൽ അവർ ചെയ്യുന്നതായതുകൊണ്ട് അമ്മയ്ക്ക് അതൊരു നല്ല ഇതായിട്ട് തോന്നിയത് കൊണ്ട് അമ്മ അത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞങ്ങളും പിന്നെ അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ഞാൻ പറഞ്ഞേ, പല രാജ്യത്ത് പല നാട്ടിൽ പല രീതിയിലാണെങ്കിലും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കോറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഈ തിരക്കുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാം എപ്പോഴും ഒരുപോലെ അതേ രീതിയിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷേ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെയ്യാൻ നോക്കുക. പിന്നെ മുന്ന വിചാരം എന്നാണല്ലോ വിഷു സദ്യ. ഇത് രണ്ടാൾക്കാരുടെയും ഫസ്റ്റ് നമ്മളൊരു രീതിയിൽ അനുവിൻ്റെയും പാറുവിൻ്റെയും അവിടെ കാര്യമായിട്ട് തന്നെ നമ്മൾ ഒരുക്കി. ഉപ്പേരി, ശർക്കര വരട്ടി, സ്റ്റൂ, പിന്നെ അനുവിൻ്റെ ഫേവറേറ്റ് പച്ചടി, അവിയൽ, പിന്നെ തോരൻ, മാമ്പഴ പുളിശ്ശേരി, പായസം, സാമ്പാർ, ഇത്രയും സാധനങ്ങൾ നമ്മൾ വെച്ചു. പിന്നെ 3 തരം അച്ചാർ, അതും അമ്മ ഉണ്ടാക്കി. ഇത് നമ്മൾ കാർന്നോന്മാർക്ക് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് വിളക്കത്ത് കാർന്നോന്മാർക്ക് നമ്മൾ മരിച്ചവരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് അവർക്കൊരു ഇല നമ്മൾ വെക്കും. എത്ര നാട്ടിൽ ഈ ട്രഡീഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മളത് ചെയ്യണു. കാർന്നോന്മാർക്ക് വിളമ്പിയതിന് ശേഷം നമ്മുടെ സദ്യ. ഇതാണ് ഞങ്ങളുടെ സദ്യ. 3 തരം അച്ചാർ 3 അമ്മ ഉണ്ടാക്കിയതാണ്. ഉപ്പേരി ശർക്കരവരട്ടിയും മേടിച്ചതാണ്. ബാക്കി എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസാണ്. പപ്പടവും വെച്ചു. സദ്യ കംപ്ലീറ്റ്. ഇതാണ് ഞങ്ങളുടെ വിഷു സദ്യ. നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ടല്ല, നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ചിലടത്ത് നോൺ വെജൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എനിവേസ് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയ കുറച്ച് ഷോർട്സാണ്. ഇത് രാവിലത്തെ ഷോർട്സ് ആട്ടോ. ഇവിടെയാണ് കൊണ്ടുപോയി വെച്ചേക്കണേ, ഓർത്തില്ല. ഞങ്ങളിവിടുത്തെ മലയാളി അമ്പലത്തിൽ പോയി വന്നു. ഞങ്ങൾക്ക് വിഷു ഓരോ രൂപ വെച്ച് വിഷു കൈനീട്ടവും കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഒരു ഉറക്കാൻ മസ്റ്റാണല്ലോ. പോത്ത് പോലെ കുറച്ച് നേരം കിടന്ന് ഞങ്ങൾ ഉറങ്ങി. ഇലയിലൊക്കെ വിളമ്പുന്ന കാരണം പാത്രം കഴുകലൊക്കെ കുറവായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിഷു സെലിബ്രേഷൻ.
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു ആയുരാരോഗ്യ സൗഖ്യം നേരിട്ടെ. ഇനി ചെറിയ എൻ്റർടൈൻമെൻറ്റ്. ഇത് അനുക്കുട്ടി നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച പരിപാടിയാണ്. അപ്പോൾ ബൈ ബൈ.